നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഊന്നുവടിയും പിടിച്ച് ഒരു പുതപ്പും പുതച്ചുകൊണ്ട് ഗാസയിലെ യുദ്ധഭൂമിയിലൂടെ നടക്കുന്ന യഹിയ സിൻവർ തന്റെ ഒപ്പം കൂടി നിൽക്കുന്ന അനുയായികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി ലോകം ഒന്ന് ഞെട്ടി. യഹിയ സിൻവർ കൊല്ലപ്പെട്ടില്ലേ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. കാരണം യഹിയ സിൻവർ മരണപ്പെടുന്നതിന്റെ ഓരോ നിമിഷവും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടതാണ്. യഹിയ സിൻവറിന്റെ തല തുളച്ചു കയറിയത് IDF-ന്റെ വെടിയുണ്ടകളാണ്. ഒരു സോഫയിൽ ഇരുന്നു കൊണ്ട് യഹിയ സിൻവർ മരണത്തിന് കീഴടങ്ങുന്നതും അതിന്റെ എല്ലാ ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. പിന്നെ എവിടെ നിന്നാണ് ഇപ്പോൾ യഹിയ സിൻവർ? അൽ ജസീറ പുറത്തുവിട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതായത് കൊല്ലപ്പെടുന്നതിന് മുൻപ് ഗാസയിൽ പലയിടങ്ങളിലായി നടന്ന് യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന യഹിയ സിൻവറിന്റെ ദൃശ്യങ്ങളാണ് അൽ ജസീറ പുറത്തുവിട്ടത്. റാഫയിലെ താൽക്കാലിക വസതിയിലേക്ക് സിൻവാർ പ്രവേശിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. വടി കുത്തിപ്പിടിച്ചാണ് സിൻവാർ നടക്കുന്നത്. ഒരു പുതപ്പ് കൊണ്ട് തലയടക്കം മറച്ചിട്ടുമുണ്ട്. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച വീഡിയോ ആണിതെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം നേരത്തെ ഇവിടെ റെയ്ഡ് നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ സമയത്ത് സിൻവാർ അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒക്ടോബറിലാണ് സിൻവാർ കൊല്ലപ്പെട്ടത്. സിൻവാറിന്റെ അവസാന നിമിഷങ്ങളുടെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. അത് ഇസ്രായേൽ അവരുടെ വലിയൊരു ആഗ്രഹമാണ് ചെയ്തത്. അതായത് അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയായിരുന്നു യഹിയ സിൻവർ. ഇസ്രയേലിനെ മുടിച്ചേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിയ കൊടും ഭീകരൻ, മൊസാദിനെ വെല്ലുവിളിച്ച, ലോകത്തിനു മുന്നിൽ മൊസാദിനെ നാണം കെടുത്തിയ ഭീകരൻ. അതുകൊണ്ട് തന്നെ സിൻവാർ മരണപ്പെട്ടു എന്ന് അത് ലോകത്തിന് ബോധ്യപ്പെടണം. അതിന് അവസാന നിമിഷങ്ങളും സിൻവാർ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളും അടക്കം ഇസ്രയേൽ അതിന്റെ ഓരോ മിനിറ്റത്തെയും വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ സിൻവാർ ഇരിക്കുന്നതും കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണി കൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ഭിത്തികൾ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരുന്ന വടി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുണ്ട്. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് സിൻവാർ തന്നെയാണ് എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹിയ സിൻവർ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ യഹിയ സിൻവറിനെ കിട്ടുന്നതിന് വേണ്ടി ഗാസയിലെ ഏറ്റവും വലിയ പെരുച്ചാഴിയെ അവരുടെ വലിയ ശൃംഖല, അതായത് തുരങ്ക ശൃംഖലയിൽ നിന്നും പുറത്തു ചാടിച്ചിട്ടാണ് ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത്. വലിയ ആഘോഷമായിരുന്നു പിന്നീട് ഇസ്രയേൽ സൈന്യം നടത്തിയത്. എന്നാൽ ഇപ്പോഴും ഹമാസിന് വലിയ ഒരു തിരിച്ചടിയേറ്റിരിക്കുന്നത് സിൻവാർ കൊല്ലപ്പെട്ടതിനേക്കാൾ അവരെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് സിൻവാറിന്റെ ബോഡി ഇതുവരെ ഇസ്രയേൽ വിട്ടുകൊടുത്തിട്ടില്ല. തങ്ങളുടെ അഭിമാനമാണ് യഹിയ സിൻവർ എന്ന് ഹമാസ് പ്രഖ്യാപിക്കുമ്പോഴും ആ മൃതശരീരം അവരുടെ ആചാരപ്രകാരം അടക്കം ചെയ്യാൻ ഇതുവരെ ഹമാസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഗാസയിലെ മണ്ണിൽ അലിഞ്ഞു ചേരണം എന്നുള്ളത് യഹിയ സിൻവറിന്റെ വലിയ ആഗ്രഹമാണ്. എന്നാൽ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ടെല്ലവീവിലെ ഏതോ ഒരു കേന്ദ്രത്തിൽ ഇസ്രയേൽ യഹിയ സിൻവറിന്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുകയാണ്. അതെവിടെയാണ് എന്ന് ഹമാസ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിട്ടും അത് തിരികെ എടുക്കുമെന്ന് ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ളകളും പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ ആ ബോഡി വിട്ടുകിട്ടാൻ ഇവർക്ക് ഒരു അവസരം ഒരുങ്ങിയിട്ടില്ല. യഹിയ സിൻവർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ടെല്ലവീവിലേക്ക് ഹിസ്ബുള്ളയും ഹമാസും നിരന്തരം ആക്രമണം നടത്തിയത്. അത് ഹമാസിന് യഹിയ സിൻവറിന്റെ ബോഡി വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസാന ശ്രമം നടത്തിയതാണ്. എന്നാൽ എവിടെയാണ് സിൻവാറിന്റെ മൃതദേഹം എന്നുള്ളത് ആർക്കും അറിയില്ല. ഹമാസിന് യഹിയ സിൻവറിന്റെ ബോഡി വിട്ടുകൊടുക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. അതായത് അങ്ങനെ ഒരു വാഴ്ത്തപ്പെട്ടവനായി യഹിയ സിൻവർ മാറണ്ട. ഗാസയിൽ വലിയൊരു വരവേൽപ്പോടുകൂടി ആഘോഷപൂർവമായി ഒരു ഹീറോയെ പോലെ, ഒരു പോരാളിയെ പോലെ യഹിയ സിൻവറിന്റെ മൃതദേഹം അടക്കം ചെയ്യപ്പെടേണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല. ഇനിയും ഹമാസ് ആശയങ്ങളിലേക്ക് വീണ് തീവ്രവാദത്തിന് വേണ്ടി പുറപ്പെടുന്ന ഗാസയിലെ
ഓരോ പൗരന്മാർക്കും ഹീറോയായി മാറുകയാണ് യഹ്യ സിൻവർ. അതുകൊണ്ട് അത്തരമൊരു അത്തരമൊരു വീരപരിവേഷം ഒരിക്കലും യഹ്യ സിൻവറിന് ചാർത്തപ്പെടാൻ പാടില്ല. അതിന് താൻ അനുവദിക്കില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു രാജാവിനെ പോലെ യഹ്യ സിൻവറിന്റെ മൃതശരീരം ഗാസയിലേക്ക് തിരികെ കൊണ്ടുവരും. ഒരു രാജാവിനെ പോലെ യഹ്യയുടെ മൃതദേഹം ഗാസയിലേക്ക് കൊണ്ടുവരും. ഒരു രാജാവിന്റെ എല്ലാ വീരപരിവേഷങ്ങളോടെയും ശത്രുക്കളെ അമർച്ച ചെയ്യാൻ ഇറങ്ങിയ വില്ലാളി വീരനെ പോലെയും ആ ഒരു പരിവേഷത്തിൽ ഗാസയുടെ മണ്ണിൽ യഹ്യ സിൻവർ അലിഞ്ഞു ചേരും. ഇനിയും ഹമാസിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ സംഘടനയിലേക്ക് വരുന്നവർക്ക് യഹ്യ തന്നെ ആയിരിക്കും അവരുടെ സൂപ്പർ ഹീറോ. ഏതറ്റം വരെയും പോയിട്ടാണെങ്കിലും യഹ്യയുടെ മൃതദേഹം തിരികെ കൊണ്ടുവന്നിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ആണ്. എന്നാൽ ഇതുവരെ യഹ്യ സിൻവറിന്റെ മൃതശരീരം വീണ്ടെടുക്കാൻ ഇവർക്കാർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, ഹമാസ് മുച്ചൂടും തകർന്നില്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. 1 ഇഞ്ച് ഭൂമി കാലുവെക്കാൻ ഗാസയിൽ ഇനി ഹമാസിനില്ല. കാരണം ഹമാസിന്റെ ഭൂമികളെല്ലാം തന്നെ ഇസ്രയേൽ പിടിച്ചടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭയത്തിൽ ഹമാസിന്റെ തലവന്മാരാരും തന്നെ ഇപ്പോൾ ഗാസയിലേക്ക് വരുന്നില്ല. എല്ലാവരും ഖത്തറിലും തുർക്കിയിലുമൊക്കെയായി പലയിടങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതുവരെ പുതിയ ഒരു തലവനെ പോലും ഹമാസ് പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഇസ്രയേൽ പേടികൊണ്ടാണ് എന്നാണ് വിവരങ്ങൾ. ഹമാസിന്റെ തലപ്പത്തേക്ക് മുഹമ്മദ് സിൻവാർ എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഹമാസിന്റെ തലവനെ ഇനി പ്രഖ്യാപിച്ചാലും അത് ഒരു വലിയ ചടങ്ങായി നടത്തില്ല എന്നും ഹമാസിന്റെ തലവൻ ആരാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വിടില്ല എന്നുമാണ് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അടുത്ത തലവൻ വന്നാലും ഇസ്രയേൽ ആ തലയെടുക്കും. ആ ഭീതി ഉള്ളത് കൊണ്ട് പുതിയ തലവന്റെ പേര് പോലും പറയാൻ ഹമാസ് ഭയപ്പെടുകയാണ്. ഹമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവർക്ക് ഗാസയിൽ ഇപ്പോൾ 1 ഇഞ്ച് ഭൂമിയില്ല എന്നുള്ളതാണ്. ഗാസ മുഴുവനായും പിടിച്ചടക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ യഹ്യ സിൻവറിന്റെ മൃതദേഹം ഗാസയിലെ മണ്ണിൽ അടക്കം ചെയ്യും എന്ന് ഹമാസ് വാദിക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ്. യഹ്യ സിൻവറിനെ സംബന്ധിച്ചിടത്തോളം ഗാസ അയാളുടെ പുണ്യഭൂമിയാണ്. ഗാസ ആസ്ഥാനമായാണ് കാലങ്ങളായി സിൻവാർ പ്രവർത്തിച്ചിരുന്നത്. തിന്മയുടെ മുഖമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ 22 വർഷം ഇസ്രയേൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ തടവറയിൽ കിടന്നുകൊണ്ടും ജൂതന്റെ തല എങ്ങനെ എടുക്കാം എന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു സിൻവാർ. ഹമാസ് പിടികൂടിയ ഇസ്രയേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 സിൻവാർ ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. 2015 സിൻവാറിനെ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള ഖാൻ യൂനൂസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം. സിൻവാർ ഏറ്റവും കൂടുതൽ കഴിഞ്ഞിരുന്നത് ഗാസയിലാണ്. ഗാസ വിട്ട് അധികം പുറത്തേക്ക് സിൻവാർ പോയിട്ടില്ല. ഹമാസിന്റെ മറ്റ് നേതാക്കൾ എല്ലാവരും സുഖലോലുപതയിൽ ഖത്തറിൽ മറ്റും കഴിയുമ്പോഴും സിൻവാർ ഇവിടെ ഗാസയിൽ ഒരു പെരുച്ചാഴിയെ പോലെ തുരങ്ക ശൃംഖലകളിലൂടെ കഴിയുകയായിരുന്നു. ഗാസയായിരുന്നു സിൻവാറിനെല്ലാം. ആ മണ്ണിൽ ലയിച്ചു ചേരണം എന്നത് തന്നെയാണ് സിൻവാറിന്റെ ആവശ്യവും. എന്നാൽ സിൻവാറിന്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോലും ഹമാസിന് കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ഏറ്റവും വലിയ തോൽവിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.